കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ വാക്യത്തിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. വൈ വി ആർ മോർ ദാൻ കോൺകറേഴ്സ്? എന്തുകൊണ്ടാണ് നാം ഒരു ജയാളിയായി പൂർണ്ണ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നത്? ഈ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കഷ്ടതയും പ്രതിസന്ധികളും ശോധനകളും ഉപദ്രവങ്ങളും അങ്ങനെ ജീവിതത്തെ ഏത് നിലയിലും പരാജയപ്പെടുത്തുവാൻ ശത്രു പരിശ്രമിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ അവയിലെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നു. അതിൻ്റെ കാരണം എന്ത് എന്നത് നാം തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കർത്താവ് നമ്മുടെ അകത്ത് തന്ന ഒരു പ്രത്യാശയാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. നമ്മുടെ നിത്യത സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോട് കൂടെയാണ്. അവിടെ രോഗമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ നിരാശയില്ല, അവിടെ പരാജയമില്ല. ആ ജയാളികളാണ് അവിടെ വസിക്കുന്നത്. ആ പ്രത്യാശയുള്ള ദൈവഭക്തൻ ഈ ഭൂമിയിൽ അവൻ പൂർണ്ണ ജയത്തോടെ മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മെ പൂർണ്ണ ജയത്തോടെ നടത്തുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ദൈവസഭയെ ഈ ഭൂമിയിൽ ജയകരമായി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു കംഫർട്ടറാണ്. പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നടത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും പൂർണ്ണ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം എന്തുകൊണ്ട് നാം പൂർണ്ണ ജയാളിയായിത്തീരുന്നു എന്നതിന് മറുപടി കാണുകയാണ്. അവിടെ വായിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലം എന്നതാണ്. ദൈവമാണ് നമുക്ക് അനുകൂലമെങ്കിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം 34-ാം വാക്യമാണ്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണം അത് ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷേ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നാമും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് പരാജയമില്ല, നമുക്ക് ജയം മാത്രമാണ്. ആ ജയാളിയെ നമുക്ക് പിന്തുടരാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജയത്തോടെ മുന്നേറുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.